family. അപ്പോൾ മിസ്സിന്റെ SSLC മക്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം ആണ് നോക്കുന്നത് അല്ലേ. അപ്പം അത് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണെന്ന് മിസ്സിന് അറിയാം. അത് വായിക്കാൻ ഇച്ചിരി പാടാണ്, മിസ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമില്ല, അത് മിസ് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടിൻ്റെയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് വിടുന്ന, വായിക്കാൻ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുന്ന അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കുന്ന കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ എന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ബോക്സിൻ്റെ അകത്ത് മിസ് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഇത് മനസ്സിലാവും എന്താണ്, പക്ഷെ വായിച്ചിട്ടില്ലാത്തവർക്കും കുഴപ്പമില്ല, മിസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന് മുന്നത്തെ ഒരു സ്റ്റോറി നമുക്ക് കേൾക്കണമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയെ പറ്റി പഠിക്കാൻ വേണ്ടി കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ത് സ്റ്റാർട്ട് ചെയ്തു? കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് ഇതിൽ വരുന്ന ചോദ്യം. അപ്പം 3 ഇൻസ്റ്റിറ്റ്യൂഷനാണ് തുടങ്ങിയിട്ടുള്ളത്. 3 ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മെയിൻലി ആ കാലത്ത് തുടങ്ങിയത്. അത് ഏതൊക്കെയായിരുന്നു നോക്കിയേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കൽക്കട്ട മദ്രസ. ഓക്കെ, ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് മിസ് പറഞ്ഞുതരാം. ABC ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ABC ഇൻസ്റ്റിറ്റ്യൂഷൻ? അപ്പം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ABC ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ മാർക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ്? A for ആപ്പിൾ ആണോ? അല്ല. A for ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. B for ബോൾ ആണോ? B for ബോൾ ആണോ? അല്ല. ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്. C for കാറ്റ് ആണോ? കാറ്റ് ആണോ മക്കളെ? അല്ല. കൽക്കട്ട മദ്രസ. അപ്പം അങ്ങനെ ABC ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. അപ്പം A for ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, B for ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആൻഡ് C for കൽക്കട്ട മദ്രസ. അപ്പോൾ 3 പഠിച്ചേ, 3 പഠിച്ചു. ഇനി ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് നമുക്കൊരു സംശയം വരുമല്ലോ. ആരാണ് നമുക്ക് നോക്കാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് കണ്ടുപിടിച്ചത്? വില്യം ജോൺസ്. വില്യം ജോൺസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഒരു സംശയമുണ്ട്, ഇതാര്? ഈ ബോക്സിന്റെ അകത്ത് 2 W വെച്ച് വരുന്നവരുണ്ട്. അപ്പൊ നമുക്ക് കറക്കി കുത്താനായിട്ട് പറ്റത്തില്ല. ആരാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്രയും ഓർത്താൽ മതി. ബംഗാളിന്റെ ലാസ്റ്റ് L ഉണ്ടേ, ആ L 2 കൂടുതലുള്ള ആളാണ് ഏത്? നമ്മുടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 2 L വരുന്ന ആരാണ്? വില്യം ജോൺസ്. മോസ്റ്റ്ലി നിങ്ങൾക്ക് ഇത് മാത്സ് ഫോളോയിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ടും എഴുതാനായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ L, ബംഗാളിലെ ലാസ്റ്റ് L, അതുപോലെ 2 കൂടുതലുള്ള ആളാണ്. അത് കണ്ടുപിടിച്ച ആരാണ്? വില്യം ജോൺസ്. അത് ക്ലിയർ ആയേ? രണ്ടാമത്തെ നോക്കി ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്. അത് നമുക്ക് സംശയമൊന്നുമില്ല, കാരണം ഇവിടെ W വെച്ച് ഈ 3 W ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ അല്ലേ. പക്ഷെ ഇവിടെ ഒരാളുണ്ട്, ജോണതൻ ഡങ്കൻ. ഈ 2 പേരുമായിട്ട് വലിയ സാമ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആരാണ് കണ്ടുപിടിച്ചത്? ജോണതൻ ഡങ്കൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, കൽക്കട്ട മദ്രസ. കൽക്കട്ട മദ്രസ അതാരാണ് കണ്ടുപിടിച്ചത്? വാരൻ ഹേസ്റ്റിങ്സ്. വാരൻ ഹേസ്റ്റിങ്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മിസ് ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. മദ്രസയുടെ ലാസ്റ്റ് H അല്ലേ, ആ Hന്റെ അവസാനത്തെ ലെറ്റർ ആണ് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലെറ്ററിന്റെ ഫസ്റ്റ് തുടങ്ങുന്നത്. അങ്ങനെ വെച്ച് മാത്സ് ദ ഫോളോയിങ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൽക്കട്ട മദ്രസ ആരാണ് കണ്ടുപിടിച്ചത്? വാരൻ ഹേസ്റ്റിങ്സ്. ഇത്രയും ക്ലിയർ ആണോ? ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷനും അത് കണ്ടുപിടിച്ച വ്യക്തികളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? അപ്പം ആദ്യം പറഞ്ഞത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് രണ്ടാമത്തേത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. നോക്കി, ദ 19th century ഇന്ത്യ വിറ്റ്നസ് 2 type of protest. 2 type of protest ഇന്ത്യ ഫേസ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് നോക്കാം. ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സ്. ഇതിൻ്റെ അകത്ത് 2 പ്രൊട്ടസ്റ്റ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നോക്കിയേ, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇനീക്വാളിറ്റി, വയലേഷൻസ് ഓഫ് റൈറ്റ് ആൻഡ് സോഷ്യൽ ഈവിൾസ്. എവിടെ എക്സിസ്റ്റ് ചെയ്താണ്? സോഷ്യൽ ഈവിൾസ് ഒക്കെ എവിടെയായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസ്, വയലേഷൻസ്, ഇനീക്വാളിറ്റി, ഇതിനൊക്കെ എതിരെയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഇതിനൊക്കെ എതിരെയായിരുന്നു നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തല്ലേ. നമ്മൾ ആ സമയത്ത് ഇന്ത്യയിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തത് ഇനീക്വാളിറ്റി മാറ്റണം, വയലേഷൻസ് വേണം, അതുപോലെ തന്നെ സോഷ്യൽ ഈവിൾസ് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞത് എന്താണ്?
നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് വൺ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പം ആദ്യത്തെ കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്? എഗെയിൻസ്റ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൊളോണിയൽ ഫോഴ്സ്. ഇവിടെ കൊളോണിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊളോണിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വന്നു. ഇവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കയറ്റി അയക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൊളോണിയൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമുക്ക് വായിക്കാം. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. രണ്ടാമത്തെ നോക്കി, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വം ചൂഷണത്തിന് എതിരായവ. ഈ രണ്ട് കാര്യത്തിലായിരുന്നു നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മൾ കാണാൻ സാധിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇൻ ദ 19th century paved the way for the emergence of various social reform. സോഷ്യൽ റിഫോംസ് വന്നു, റിഫോം മൂവ്മെന്റ്സ് വന്നു. They had two main objectives. ആ സോഷ്യൽ റിഫോംസ് വരാനുള്ള രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. നിങ്ങൾക്ക് ഇപ്പം എഴുതാൻ അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് എഴുതാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ടു ഇറാഡിക്കേറ്റ് ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. നമ്മൾ പറഞ്ഞല്ലേ സോഷ്യൽ ഈവിൾസ്. സോഷ്യൽ ഈവിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവിടെ വേണ്ടാത്ത ഇനീക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റപ്പെടണം. അതുപോലെ സൂപ്പർസ്റ്റിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? സതി, ചൈൽഡ് മാരേജ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് മാറ്റപ്പെടണം എന്നായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിക്കേ. ടു എൻഷുർ ഈക്വൽ സിവിൽ റൈറ്റ്സ്. എന്താണ് ഈക്വൽ സിവിൽ റൈറ്റ്സ്? സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസിക് റൈറ്റ്സ് അല്ലേ? നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ട്രാവൽ, അതുപോലെ റൈറ്റ് ടു ഡ്രസ്, ഇതൊക്കെയാണ് ബേസിക് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സിവിൽ റൈറ്റ്സ് നമുക്ക് നേടണം, നേടിയെടുക്കണം. അല്ലാതെ കീഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടത്. എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കുവാനും വസ്ത്രം ധരിക്കുവാനും വിദ്യാഭ്യാസം നേടുവാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. പൗരാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ റൈറ്റ്സ്. അപ്പം ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിരുന്നു എന്ത്? നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് വരാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, അപ്പം അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കിയാലോ? എന്താണെന്ന് നമുക്ക് നോക്കാം. ദ റിഫോമേഴ്സ് എയിംഡ് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് ഫണ്ടമെന്റൽ ചേഞ്ചസ് ഇൻ സൊസൈറ്റി. For this, they advance the following proposals. അപ്പം നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ കുറച്ച് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ കണ്ടു. എന്തിനായിരുന്നു സോഷ്യൽ റിഫോർമേഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഒക്കെ വന്നത്? എന്തിനാണ്, എന്ത് ഒബ്ജക്റ്റീവ് വെച്ചാണ്, എന്ത് ലക്ഷ്യം വെച്ചാണ് അത് വന്നതെന്ന് നമ്മൾ കണ്ടു. ആ ലക്ഷ്യം അവിടെ നിൽക്കട്ടെ. ആ ലക്ഷ്യം കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തി അല്ലേ? ഫണ്ടമെന്റൽ ചേഞ്ചസ് നമ്മൾ സൊസൈറ്റിയിൽ വരുത്തി. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പം നേരത്തെ കണ്ട രണ്ട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു. ഇനി വരുന്നത് ഫണ്ടമെന്റൽ ചേഞ്ചസ് വന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഇല്ലാതാക്കുക എന്നാണ് പറയുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, അതാണ് ഫസ്റ്റ് പോയിന്റ്. നമുക്ക് കാസ്റ്റിനെ ബേസ് ചെയ്തുള്ള ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ നോക്കി, പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ. എന്താണ്? എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അല്ലാതെ ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രം അവരുടെ റൈറ്റ്സ് സംരക്ഷിച്ചാൽ മതി എന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. എല്ലാവരും, നമ്മുടെ ഇന്ത്യൻസിന് എല്ലാവരുടെയും റൈറ്റ്സ് സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെയും പ്രൊട്ടക്ട് ചെയ്യണം റൈറ്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൻ. നമ്മുടെ വിമന് എതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, നമ്മളെ മാറ്റപ്പെട്ടിരുത്തുക, നമ്മളെ ഒരു കാര്യത്തിനും ഇൻക്ലൂഡ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മാറ്റി ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്തുന്ന ഒരു പ്രവൃത്തി മാറ്റണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നോക്കിയേ, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക അല്ലെ? എല്ലാവർക്കും
എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യം വളരെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, ഭയങ്കര ഡെവലപ്മെന്റ്സ് ഒക്കെ വരും അല്ലേ. അപ്പം അതുകൊണ്ട് എന്താണ് ഇവർ കീഴുന്ന ജാതിയായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണ്ട എന്നൊന്നുമില്ല, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. അടുത്ത നോക്കിയേ, പ്രൊമോട്ട് വിഡോ റീമാരേജ്. മക്കളെ, വിഡോ റീമാരേജ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടി കുറെ പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ പറ്റി നമ്മൾ പഠിച്ചു. ആരായിരുന്നു? നമ്മുടെ സ്വന്തം ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് അവസാനം അത് നടപ്പിലായി. വിഡോ റീമാരേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ റെഡിയായി. അടുത്ത വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കേ, അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് എലിമിനേറ്റ് ദ സുപ്രീമസി ഓഫ് ക്ലർജി. ചൈൽഡ് മാരേജ്, നിങ്ങളെ പോലെ കുഞ്ഞു മക്കളെയൊക്കെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുമായിരുന്നു പണ്ടത്തെ കാലത്ത്. അത് വേണ്ട, അത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് അവിടെ നിർത്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും പോയിന്റ്സ് 1 2 3 4 5 6 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റും കൊണ്ട് നമ്മുടെ ഈ വീഡിയോ തീരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പേജിൽ നമ്മൾ കാണുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ടൊരു സാധനം നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സാധനം കാണാം. അതെന്താണ് ആ ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഭയങ്കര കളർഫുൾ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ലെജിസ്ലേഷൻ അബോളിഷിംഗ് സോഷ്യൽ ഈവിൾസ് അഥവാ സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾ. നമ്മൾ പറഞ്ഞല്ലേ, സമൂഹത്തിൽ കുറെ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അത് മാറ്റിച്ചു. അതെന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിച്ചത് എന്ന് നമുക്ക് നോക്കാം. പ്രിവെന്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years of age. 12 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പാടില്ല എന്ന് വന്നു. അടുത്ത് നോക്കിയേ, ബാൻഡ് ഫീമെയിൽ ഇൻഫെന്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുഞ്ഞുങ്ങളെ കൊല്ലുവായിരുന്നു പണ്ടത്തെ കാലത്ത് അല്ലേ. കാരണം വിമന്റെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെൺകുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല, വേണ്ട എന്നായിരുന്നു പണ്ടത്തെ കാലത്തെ ഒരു ചിന്താഗതി. അത് വേണ്ട, ബാൻ ചെയ്യണം, അങ്ങനെ ഫീമെയിൽ ഇൻഫെന്റിസൈഡ്സ് ചെയ്യരുത് എന്ന് വന്നു. ഓക്കെ, മൂന്നാമത്തെ നോക്കി, അബോളിഷ് സതി ആരാണ്? സതി വേണ്ട എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ സ്വന്തം രാജാറാം മോഹൻ റോയ് മിസ് പറഞ്ഞതല്ലേ, രാജാറാം മോഹൻ റോയ് ആണ് സതി വേണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ സതി വേണ്ട എന്ന് അംഗീകരിച്ചു. അതുപോലെ തന്നെ പെർമിറ്റഡ് വിഡോ റീമാരേജ്. മിസ് നേരത്തെ പറഞ്ഞു ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു വിഡോ റീമാരേജ് വേണമെന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം അതും പെർമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അബോളിഷ് സ്ലേവറി, നമ്മുടെ അടിമത്തം, അത് സ്ലേവറി അബോളിഷ് ചെയ്തു, വേണ്ട എന്ന് പറഞ്ഞു. പ്രിവെന്റഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗാമി. ചൈൽഡ് മാരേജ് മിസ് നേരത്തെ പറഞ്ഞല്ലേ, കുഞ്ഞു കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു, അത് ഇന്ത്യൻ കൾച്ചർ ആയിരുന്നു പണ്ട്, അത് വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ പോളിഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പോളിഗാമി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതും ഇവിടെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം നിരോധിച്ചു. അതുപോലെ തന്നെ ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പം മിസ്സിന് ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് എന്താണെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പം അടുത്ത വീഡിയോ മിസ് വരാം. താങ്ക് യു, ബൈ.